അങ്ങനെ കിടന്ന് അങ്ങനെ ഇങ്ങനെ അല്ല അത് ഇത് നമ്മളൊപ്പം ആകണമെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സ് വെച്ച് അത് മാത്രല്ല ഈ വീഡിയോ മജീദൊക്കെ കാണും, ഒരുപാട് പേര് ഗഫൂർക്കൊക്കെ കാണും. അവർക്കൊക്കെ ഈ വീഡിയോ പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചെറിയൊരു യാത്ര എന്നല്ല, നമ്മുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വിളിക്കുന്നുണ്ട് മുജീക്ക. ആള് ഇവിടെ തൈക്കാടല്ലേ? തൈക്കാടാണ് ആളുടെ സ്ഥലം. അപ്പൊ നമ്മള് വെയിറ്റ് കൂടിയ കാരണം ഒരു 5 കിലോന് അയക്കാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കാണ് നമ്മളെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കളക്ട് ചെയ്യാന് പോവാന്ന്. തളിക്കുളത്താണ്. തൈക്കാട് ജുമാ മസ്ജിദിന്റെ അവിടെയാണ്. അപ്പൊ ഒന്ന് പോയിട്ട് ഞാനും ഇക്കയും കൂടി പോയിട്ട് ഒന്ന് സാധനം കളക്ട് ചെയ്തിട്ട് വരാന്നുള്ള പ്ലാനിങ് ആണ്. അപ്പൊ പോണ ജസ്റ്റ് ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ. എന്താ ഉമ്മ ഇവിടെ ഉണ്ട്. ഉണ്ണിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മൈക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അവിടെ പോയിട്ട് കൂടുതൽ സാധനം വെയിറ്റ് കൂടിയപ്പോ മുജീബ് കടയിൽ കൊടുത്താച്ചെന്ന് പറഞ്ഞേ. മുജീബ് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിട്ട് വരാം. പിന്നെ അത് മാത്രല്ല, വന്നിട്ട് ഉമ്മ സ്പെഷ്യൽ ഇവിടെ എന്തൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അതൊക്കെ അതെ, നമുക്ക് അതൊക്കെ കാണാം. വരുമ്പോഴേക്കും ആവുള്ളൂ, ഉച്ചയ്ക്ക് ആയില്ല. നമുക്ക് വൈകുന്നേരത്തേക്കാണ്. ഉമ്മ പറഞ്ഞ് മക്കള് രണ്ടുപേരും പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയും ഉമ്മയുടെ വക എന്തൊക്കെ റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ കൈപ്പുണ്ണ്, ഉമ്മയുടെ സ്പെഷ്യല് അല്ലേ? അപ്പൊ അത് വന്നിട്ട് നമുക്ക് അത് കാണാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ചേച്ചാമോനാണെങ്കിൽ ഇത് പറിച്ചെടുക്കുന്നുണ്ട്. പോയാലെന്നാ പോയിട്ട് വരാം. ചേച്ചാക്ക് എന്താ പറയാനുള്ളത് ഇംഗ്ലീഷിൽ? ചേച്ചാമോളെ അടുത്തിരിക്കണ്ടാ? ചേച്ചാമോള് പേടിക്കുവേ. ചേച്ചാമോള് അവിടെ വരെ കുറച്ച് ദൂരം വരെ ഉണ്ടെന്നാ പറയണട്ടാ. ചേച്ചാ നോക്കിയേ, ടാറ്റ കൊടുത്തേ. ചേച്ചിമോൾ ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. നോക്കിയേ, ഫോണ് വണ്ടിയിൽ യാത്ര ചെയ്യാൻ എന്താ ഇഷ്ടം? ഭയങ്കര ഇഷ്ടമാണ്. ഹലോ എത്തോ? ഞങ്ങൾ പോയിട്ട് വരാം. ശരി, ടാറ്റ. പെരിയൂർ പോവാല്ലേ? ലൊക്കേഷൻ ഉണ്ടായില്ലേ? ലൊക്കേഷൻ ഉണ്ടോ? ലൊക്കേഷൻ ഒന്നും വേണ്ടാ, തളിക്കുളം ചോദിച്ചിട്ട് പോവാലോ. തളിക്കുളം തൈക്കാട്. അവിടെ എത്തിയിട്ട് ലൊക്കേഷൻ അല്ലേ? അവിടെ എത്തിയിട്ട് ലൊക്കേഷൻ അല്ലേ? അവിടെ പോയി ലൊക്കേഷൻ ഉണ്ടാ വേണ്ട. ഇതാണ് നമ്മുടെ സ്ഥലം, എലവത്തൂര്. എലവത്തൂരിന്ന് നമ്മള് ചൊവ്വലൂർപ്പടി. നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് പെരുവല്ലൂരില്ല, പെരുവല്ലൂർ വഴി പോവാം. പെരുവല്ലൂർ അടക്കളത്തൂരാണ്. അത് 32 മിനിറ്റ് കാണിക്കുന്നുള്ളൂ. അതെ, അങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ നേരെ ഇവിടുന്ന് വിട്ട് ഷെയ്സമോളെ അവിടെ നിന്ന് യാത്രയെല്ലാം പറഞ്ഞു വിട്ട് നേരെ എത്തിയിട്ട് എലവത്തൂർ സെൻറ്റർ എത്തി. അവിടെ നേരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. എലവത്തൂർ ഇതാണ് നമ്മുടെ നാട് കേട്ടോ. എലവത്തൂർ നാടാണ്. പിന്നെ ഇതിപ്പോൾ ഏകദേശം പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന ശവക്കോട്ടയും കാര്യമൊക്കെ വരുന്നിട്ടാ. ഈ ദഹിപ്പിക്കുന്ന പരിപാടിയൊക്കെ വരുന്നുണ്ടല്ലോ, ഇതാണ്. ഇവിടെയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ സംരക്ഷിക്കണം എന്താണ് സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ആക്കുന്നത്. പിന്നെ ഇതൊക്കെ മറ്റേ ഈ ഹോളോവിക്സിൻ്റെയും അതുപോലെ തന്നെ മറ്റേ ഇൻ്റർലോക്കിൻ്റെ ഇതൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പൈപ്പ് കമ്പനി ആട്ടോ. നമ്മുടെ എലവത്തൂർ തന്നെ നമ്മുടെ പൈപ്പ് കമ്പനി ഉണ്ട്, കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഓട്ട് കമ്പനി ഉണ്ട്. അതിപ്പോൾ കുറേ ഇഷ്യൂസ് കൊണ്ട് അതൊക്കെ പിന്നെ എന്തോ ആൾ മരണപ്പെട്ട് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ട് അത് ഇപ്പം ഇല്ല, കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ഇല്ല അത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റളവിലാണ്, നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഈ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകൃതി രമണീയെന്ന് പറയാം നമ്മുടെ നാട്. ഭയങ്കര പാടം കണ്ട അങ്ങനത്തെ ഒരു വൈബ് പിടിച്ച സ്ഥലമാട്ടോ. നമ്മുടെ നാട്ടിലത്തെ ചേച്ചിയാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ പേനകാണ് കേട്ടോ നമ്മൾ നേരെ അന്നേരുന്ന് നേരെ അവിടുന്ന് നേരെ പോണത് പെരുവല്ലൂരോട്ടാണ്. പെരുവല്ലൂർ എത്തിയിട്ട് പെരുവല്ലൂരിൽ നിന്നാണ് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമുക്ക് റൈറ്റ് കയറിയിട്ട് പോകാനുള്ളത്. അപ്പോൾ പോകുന്ന കുറച്ച് കാഴ്ചയാണ്. ഇതാണ് നമ്മുടെ മദർ കോളേജ് വരുന്നത്. പിന്നെ പരപ്പുഴ പാലാണ് കേട്ടത്, പരപ്പുഴ പാലം. ഇതൊക്കെ നമ്മുടെ അടുത്ത് തന്നെ, ചുറ്റളവിൽ തന്നെയാണ്. നമ്മുടെ ഫുള്ള് നമ്മുടെ അടുത്ത് തന്നെയാണ്.
പെരുവല്ലൂർ സെൻറ്റർ അല്ല, സെൻറ്റർ കുറച്ച് അങ്ങോട്ട് പോകണം. ഇത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് കട്ട് ചെയ്ത് നേരെ കയറി പോവാം. അങ്ങനെ നമ്മളേ നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ പെരുവല്ലൂർ ഇവിടെ ഒരു പാറ എന്നുള്ള സ്ഥലമുണ്ട്, പാറ കോറി അടിക്കുന്ന അവിടെ ഭയങ്കര അപകടപ്പെടുന്ന സ്ഥലമാണ്. അവിടെ കുറേ പേര് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടേ, അതിൻ്റെ താഴത്താണ് ഭയങ്കരമായിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് കുറേ പേര് ചെക്കന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും തോന്നണതൊക്കെ. അങ്ങനെ ഞാനിക്കും കൂട്ടി നൈസായിട്ട് പറന്ന് പോവാണ് ബൈക്കിൽ. ഭയങ്കര കാറ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി കാറ്റും കാര്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ വ്ളോഗ് എടുത്തതായിരുന്നുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഭയങ്കര കാറ്റുകൊണ്ട് നമുക്കധികം വോയിസ് ശരിക്കും ക്ലിയർ ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ ഒരു ഓൺ വോയിസ് ഇടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സംഭവം വേറെ തന്നെ വൈബാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പറയേണ്ട കാര്യമില്ല. പ്രവാസികൾ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെയൊക്കെ ഒരു എവിടേക്കെങ്കിലും പോകുന്ന ടൈമിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്കൊക്കെ ഉണ്ടാവുക. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പോകേണ്ടത് തൈക്കാടാണ്. തൈക്കാടുക്ക് മുജിക്കാടുക്ക് പോകേണ്ട റൂട്ട് ശരിക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഏകദേശം ചോദിച്ച് പിടിച്ച് നമ്മളൊക്കെ ഏകദേശം റൂട്ടൊക്കെ കണ്ടെത്തി. മാപ്പ് ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഇവിടുത്തെ മാപ്പ് ലൊക്കേഷനൊക്കെ കണക്കാണ്, ചിലപ്പോൾ വല്ല പുഴ ചിലപ്പോൾ കനാലൊക്കെ കിട്ടും. നമ്മളങ്ങനെ ഒടുവിൽ മുജിക്കാൻ്റെ വീട് കണ്ടെത്തിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. വ്ളോഗ് എടുക്കാൻ വിട്ടുപോയതാണ്. മുജിക്കാടെ വീട്ടിൽ സംഭവം എത്തിയിട്ടുണ്ട്. മുജിക്ക അവിടെ ഏട്ടൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. മുജിക്ക 45 ദിവസം ലീവിന് വന്നിട്ട് മുജിക്ക വളരെ ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഫുൾ ഹാപ്പി ആയിട്ടാണ് എന്ത് പറയാൻ. ഇതൊക്കെ നാട്ടില് നല്ല മഴയാണ്, മജീദൊക്കെ വരികയാണ് ചെങ്ങത്താകത്ത്, പുറത്തിറങ്ങാൻ നേരല്ല. ഹാപ്പി ആയിട്ട് നടന്നു പോവാണ്. മുജീബിക്കാന്ന് പറഞ്ഞാലേ നമ്മുടെ അവിടുത്തെ ഒരു ബന്ധം കേട്ടോ. അത് മാത്രല്ല ഈ വീഡിയോ മജീദൊക്കെ കാണും, ഒരുപാട് പേര് ഗഫൂർക്കൊക്കെ കാണും. അവർക്കൊക്കെ ഈ വീഡിയോ പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ ഭയങ്കര ചൂട്, ഇവിടെ വന്നപ്പോ ഒരു സമാധാനല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഇതൊക്കെയാണ് നമ്മുടെ മുജീബിക്കാനെ കാണാൻ വേണ്ടിട്ട് അവിടെ നിന്ന് വരുമ്പോ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടാ, എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഓക്കെ മുജീബിക്ക, നല്ല അടിപൊളി സ്ഥലം കേട്ടാ, ഭയങ്കര പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടാ മുജിക്കാട്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നല്ല അടിപൊളി സ്ഥലം. മഴയും കാര്യമൊന്നും ഇല്ല, മഴയില്ലാത്ത തന്നെ വല്ലാത്തൊരു ഭാഗ്യമാണ്. കാരണം എളുപ്പമല്ല മഴ ഉണ്ടെങ്കിൽ, യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ ഒടുവിൽ തന്നെ മുജിക്കാനെ കണ്ടുമുട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സാധനം എടുക്കുക, പതുക്കെ കണ്ട് പോവുക, അത്ര മാത്രം. അടുത്ത് തന്നെയാണ് അവിടെ നിന്ന്. അല്ല ഒരു 30 മിനിറ്റ് കഷ്ടിച്ച് വേണ്ടല്ലേ അവിടെ നിന്ന് ഷോർട്ട് എടുത്തപ്പോ വേണ്ടിയൊന്നുമില്ല. ഇനിയിപ്പോ വീട്ടില് പോയിട്ട് നമുക്ക് വീട്ടിലെ വൈകുന്നേരത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റെഡിയാക്കി ഉണ്ടാവും. അതെ, അതൊക്കെ പോയിട്ട് നോക്കണം. സ്പെഷ്യലും കാര്യമൊക്കെ കുഴക്കുന്നില്ല എന്ന് പറഞ്ഞതാ. അപ്പൊ അവിടെ സ്പെഷ്യലൊക്കെ വെച്ചിരിക്കുക. അതിന്റെ ബീഫും പരിപാടിയൊക്കെ വെച്ചിട്ടാണ് ചെമ്പിൽ എല്ലാരും കൂടി കൊടുത്തിട്ട് കഴിച്ചായിരുന്നു നമ്മള്. ശരിയാ അപ്പോഴേ നമ്മള് മുജീബിക്കാടെ വീട്ടിലേക്ക് വന്നപ്പോഴേ മുജീബിക്ക് 2 ദിവസമായിട്ടുള്ളൂ കേട്ടാ ഈ പുതിയ വീട്ടിലോട്ട് കേറിയിട്ട്. മുജീബിക്കാടെ വീട് ഹോം ടൂർ ആണ് കേട്ടാ. മുജീബിക്കാരെ നമ്മള് ഗൾഫിൽ ഇരിക്കുമ്പല്ലേ മുജീബിക്ക, ഗഫൂർക്ക, മജീദ്ക്ക ഇവരെല്ലാരും ഒരു സെറ്റാണ്. മേലെ 2 റൂം, താഴത്ത് 2 റൂം എല്ലാം ജീവിക്ക. അതെ, കുഴപ്പമില്ല. ഇത് സൂപ്പർ ആയിട്ടല്ലേ ഇത്. ഈ ഒരു ഭാഗം അടിപൊളിയുണ്ട്. ഇതേ ഒരു മെത്തേഡ് താഴത്ത് ജനൽ വെച്ചിട്ടുണ്ട്, അതും കാണാൻ നല്ല രസമുണ്ട്. മേൽഭാഗമൊക്കെ മുജീബിക്ക് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ വീഡിയോ കണ്ടോ തുടങ്ങിയിട്ട്. ദുബായിൽ നിന്ന് വന്ന് കയറിയതും ഈ വീട്ടിലോട്ടാണ്. ഇതും ഒരു ബെഡ്റൂമാണ് കേട്ടാ. ഇവിടെ ആരും താമസിക്കുന്നത്? ഉമ്മ അല്ല, ആർക്ക് വേണമെങ്കിലും താമസിക്കാൻ വേണ്ടിട്ട്. അതെ, അപ്പൊ അങ്ങനെ മുജീബിക്കാരുടെ വീട് കണ്ടു. ഇനി പോകണ അയക്കാൻ നമുക്ക് പുറത്തുനിന്ന് വലുതാക്കിയിട്ടും കാണാം കേട്ടാ. ജീവിക്കാന്റെ വീട്ടിലത്തെ സ്പെഷ്യൽ വാങ്ങാട്ടാ, വീടുണ്ടായ വാങ്ങിയാട്ടാ. അതെ, അതിഗംഭീര മധുരം. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാ അവിടെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ മുജീബ് ഖാൻ്റെ സാധനം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്താന്ന് നോക്കാം.
മുജീബ് ഈ വീഡിയോ കാണും. മുജീബിയുടെ താത്ത കുട്ടികളെല്ലാരും ഈ വീഡിയോ കാണും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാട്ടാ സാധനം വാങ്ങിയിട്ട് അല്ലേ? കഴിഞ്ഞു. എന്തായാലും അടിപൊളിയാണ് കേട്ടാ. വന്നത് എനിക്കിതാ ജ്യൂസും കാര്യമില്ല, ജ്യൂസ് സ്നാക്സ് എല്ലാം കഴിച്ച് പിന്നെ ഇതാ പതുക്കണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അതെ. അപ്പൊ ഇനി പോയി വീട്ടിൽ നിന്നിട്ട് കാണാം. ഓക്കെ. പിന്നെ ഈ വീടിന്റെ പുറം ഭാഗം ഒന്ന് കാണിക്കാട്ടാ അടിപൊളിയായിട്ട്. ഓക്കെ ബൈ. വീട്ടിൽ നിന്ന് വരുമ്പോ എല്ലാം കഴിച്ചിട്ട് പോന്ന. ആ നിങ്ങളെ ഫ്രീ ആവുമ്പോ വീട്ടിലേക്കെല്ലാം ഇറങ്ങ്. അറിയാല മുല്ലശ്ശേരിന്ന് ലെഫ്റ്റിലേക്ക്, മുല്ലശ്ശേരിന്ന് ലെഫ്റ്റിലേക്ക് നേരെ ഒന്നായി. നിങ്ങൾ വിളിച്ചാലും മതി. എല്ലാവരും കൂടിയിട്ട് ഇറങ്ങും. ശരി മുജീബ് താത്ത ശരിട്ടാന്നാ. നമ്മളേ ചിറ്റാട്ടുകര വന്നപ്പോ നമ്മുടെ പപ്പിക്ക് തീറ്റ വാങ്ങിക്കാൻ വന്നാണ് കേട്ടാ. പക്ഷെ പപ്പിക്കിനുള്ള തീറ്റ ഇല്ല, അത് വേറെ തീറ്റയാണ്. ഇനി ഉപ്പ കൊണ്ടുപോയി എന്ത് പറയാന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ഷെമീർ അവിടെ നിൽക്കുന്നുണ്ട്, പൈസ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഏതൻ ഫീഡ്സ് ഹോൾസെയിൽ വിലയിൽ നോക്കി നോക്കാല്ലേ മീറ, കഴിക്കുമെന്ന് ചോദിച്ചു നോക്കി നോക്കാം. ചോദിച്ചു നോക്കി നോക്കാം കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ വാങ്ങിക്കാം. ഇത് മേടിച്ചിട്ടില്ല ആ നമ്മളതിന്റെ ഒപ്പം തന്നെ എക്സ്റ്റൻഷനും വാങ്ങിട്ടാ. പ്രൊജക്ടറിന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഒരു പ്രൊജക്ടർ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം വർക്കിംഗ് ഒക്കെ എങ്ങനെയാണ്. അതാണ് ചിറ്റാട്ടുകാരെ സെന്റർ കേട്ടാ. ഇത് നമ്മുടെ പേനകമാണ് കേട്ടാ. നമ്മുടെ വീട്ടിലോട്ട് എലത്തൂരിലോട്ട് പോകാനുള്ള വേറെ ഷോർട്ട് കട്ട് വഴിയാണത് പേനകം. ഈ പേനകത്തിന്റെ നേരെ ഇറക്കണ്ടല്ലോ, ഇതിപ്പോ നേരെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടാ. അതെ, ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാഴ്ച ഉണ്ട്, അത് വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടാ. ഭയങ്കര വൈബരിക്കും. ഫുള്ളുണ്ടാ, ഫുള്ള് പാടാണ്, ഭയങ്കര രസമാണല്ലേ. എന്താണ് പാടണ്ടാ പേനകല്ലേ, ഇറങ്ങി വരുമ്പോ കിട്ടുന്ന ചില സമയത്തൊക്കെ ഭയങ്കര രസമുള്ളതല്ലേ ഇതൊക്കെ, സൂപ്പറായിരിക്കും. പിന്നെ ഇവര് ഉമ്മയൊക്കെ നിങ്ങളൊക്കെ വരുമ്പോ ഇവിടേക്കല്ലേ, ഈ ഇവിടേക്ക് എന്താണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ടുണ്ടല്ലോ വരിക, നടക്കാറൊക്കെ ഉള്ളത് ഇവിടെ ഈ ഭാഗത്തല്ലേ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നടക്കാൻ വരില്ല, ഫുള്ള് ഈ ഭാഗത്തായിട്ട്. രസല്ലേ സ്ഥലം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ വീടെത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് എത്തി. ഇനി വീട്ടിലത്തെ കയറിയിട്ട് അവിടുത്തെ അവസ്ഥ എന്താ നോക്കാം. അവൻ വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുജീബ് കാടൊക്കെ പോയി ഇതാ വന്ന് കയറുള്ളൂ കേട്ടാ. അപ്പൊ അതാ വീട്ടില് ഉമ്മ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞേന്ന്. അപ്പൊ നോക്കട്ടെ എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ കേട്ടാ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞമ്മ പോയിട്ട് നേരത്തെ എത്തി, നോക്കാം, ഉള്ളിൽ പോയി നോക്കാം നമുക്ക്. അപ്പൊ നമ്മള് യാത്രകളൊക്കെ കഴിഞ്ഞ് വന്നുട്ടാ വീട്ടിലെത്തി. ഇനി ഉമ്മ അടുക്കളയില് വൈകുന്നേരത്തേക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാക്കുന്നത് ഉമ്മാടെ തന്നെ പോയി ചോദിച്ചു നോക്കാം. ഉമ്മ എന്താ രാത്രിത്തേക്ക് സ്പെഷ്യൽ? മൈക്ക് പിടിക്കൂ. രാത്രിക്ക് സൂപ്പർ ആയിട്ടുണ്ട്. സുന്ദരി സുന്ദരിയായിരുന്നു ഒരു കാലത്ത്. ഉമ്മ ഇപ്പൊ പറയും രാത്രിത്തേക്ക് എന്താ പരിപാടി? രാത്രിക്ക് ഉമ്മ ബിരിയാണി വെക്കാൻ വേണ്ടി ചിക്കനൊക്കെ കഴുകി മസാല പരട്ടി പൊരിക്കാന് ഫ്രിഡ്ജിൽ വെച്ചിക്കണ്. എന്താ അതിനുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഉമ്മ ചതച്ച് വെച്ചിരിക്കണ്. ചോറ് അടുപ്പത്ത്, അരി വേകണം, ശ്രദ്ധിക്കണം. അത് ഇവിടൊക്കെ നിന്നാൽ ശരിയാവില്ല, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചോറ് ഇതാകും. മോനെ അതൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഒന്ന് ചായ ഞാൻ ഉണ്ടാക്കുന്നുട്ടാ. ഉണ്ടാക്കിയില്ല ചായ താനാണ് ഉണ്ടാക്കുക, ഉമ്മ അരിച്ച്. ഉമ്മയുടെ ബിരിയാണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നുള്ളൂ അല്ലെ? സ്റ്റാർട്ട് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഏതാനും നിമിഷങ്ങൾക്കകം ഇത് തുടങ്ങുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നേരത്തെ പണികള് അങ്ങനത്തെ വീഡിയോ വരും കൂടുതൽ. നമ്മുടെ ദുബായ്ക്കാരൻ സത്യം പറഞ്ഞല്ലേ. പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുണ്ട്,
ദുബായിക്കാരൻ എന്നുള്ളൊരു ചാനലുണ്ട്. അതിലിപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും കാണണം, ഷെയറും ചെയ്ത് കൊടുക്കണം. അതിന്റെ മോന്റെ ചാനലാണ്. അതാണ് ദുബായിക്കാരൻ. അതിന് നല്ല നല്ല ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ അതിലും വെച്ചാല് ഇനിയിപ്പോ പ്ലാനിങ് വെച്ചാല് നമ്മുടെ പള്ളത്ത് ഫാമിലി വ്ളോഗില് ഇനി ഇതുപോലത്തെ ഓരോ നമ്മളിങ്ങനെ അഭിനയിച്ചിരുന്ന ഗ്രേറ്റ് അങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനത്തെ ഇടുന്നത്. ദുബായിക്കാരൻ വ്ളോഗില് നമ്മുടെ ഇവിടുത്തെ വീട്ടുവിശേഷങ്ങളും പുറത്തത്തെ വിശേഷങ്ങളും അങ്ങനെ ടോട്ടലി വ്ളോഗായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി നമ്മളിതില് അറിയിക്കണം. എന്തായാലും കമന്റില് രേഖപ്പെടുത്തണം. എന്താ വേണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. അല്ല, അവരൊക്കെ കാണും. നമ്മുടെ പള്ളത്ത് ഫാമിലിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും കാണും നമ്മുടെ വീഡിയോ, എല്ലാവരും കാണും. അതുപോലെ പള്ളത്ത് ദുബായിക്കാരന്റെയും ചാനല് നിങ്ങൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്റെ മോന്റെ ഇതാണ് അത് അങ്ങനെ കെടുക്കണ്. അപ്പൊ നിങ്ങളെല്ലാം കണ്ടാൽ കിടന്ന് അങ്ങനെ ഇങ്ങനെയായി അല്ല, അതിൽ ഇത് നമ്മളൊപ്പം ആകണമെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സ് വെച്ച് അല്ല, നിങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ മാത്രം നമ്മളായത്. അല്ലെങ്കിൽ ഒന്നും അറിയില്ല. എനിക്ക് സത്യം പറയണെങ്കിൽ സബ്സ്ക്രൈബർ പറയാൻ പോലും അറിയാണ്ട് എന്നെ കൊറേ കളിയാക്കിയവരുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ കാണുന്ന കാരണം പിന്നെ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. ചെറിയ വരുമാനമൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ അതിന്റെ വിശേഷങ്ങള് പിന്നെ അതെ, അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാണ്ടിരിക്കില്ല. അപ്പൊ എല്ലാവരും കാണണം, ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ അല്ലേ? എന്താ പറയാ, ഇതൊക്കെ ചെറിയ തുടക്കട്ടാ. ഞാനൊക്കെ ചെറിയ തുടക്കം കുറിച്ച ചാനലാണ് അതൊക്കെ. ദുബായിക്കാരനായത് അമ്മ പറഞ്ഞ പോലെ ഇനി ഷമീറ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് വ്ളോഗും പിന്നെ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും പിന്നെ ഓരോരോ യാത്രകളും അങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് ഇടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതിനും കൂടി ഉണ്ട് സപ്പോർട്ടായിട്ട്. അപ്പൊ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് നടക്കുന്നു വിചാരിക്കുന്നു അല്ലേ? കാണാനുള്ളവര് നമുക്ക് വേണ്ടി നമ്മളോട് നല്ല ഇതില് വലുത് എന്ന് ഉച്ചക്കും കൂടി എന്നോട് പറഞ്ഞ എന്റെ ഫ്രണ്ട് അല്ലാ നിങ്ങളെ ഇതൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അല്ലാ ഹൈറാക്കി തരട്ടെ. നല്ല പോലെ വരുന്നുണ്ട്, ഒരു ഇതുമില്ല. നല്ല നല്ല ഇതാണ്. അപ്പൊ എഡിറ്റ് ചെയ്യുമ്പോ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. എഡിറ്റ് ചെയ്യുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. സ്പെഷ്യല് സാധനം വരുന്നുണ്ട്, വൈകുന്നേരം വരുന്നുണ്ട്. എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഭയങ്കര തഗ്ഗടിയാ. തഗ്ഗടിന്റെ ഉസ്താദാണ്. എപ്പോഴും നമ്മള് വീഡിയോ ഇടുമ്പോ ഇല്ല ഭയങ്കര സെന്റിമെന്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇടുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ ഉമ്മയുടെ കോമഡി ഒക്കെ ഉണ്ട് കേട്ടോ. ഉമ്മയുടെ കോമഡി ഒക്കെ ഇട്ട് നമ്മൾ ഒരുപാട് ചിരിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിലായിട്ട് ഇനിയും വീഡിയോസ് വരും അല്ലേ? കോമഡി പരമായിട്ടൊക്കെ വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ നമുക്ക് കോമഡി വർക്ക്ഔട്ട് ആവുന്നില്ല. എന്നാലും ഇൻഷാ അല്ലാ നമ്മള് കോമഡി ആയിട്ട് എടുത്ത് അവര് ചിരിക്കില്ല, അവര് ചീത്ത അറിയും. അവര് ചിരിക്കും. ഉമ്മയുടെ കോമഡി ഒക്കെ ഉണ്ട്, അവര് ചിരിക്കും. അപ്പൊ നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അല്ലേ? ശരി. അപ്പോഴേ നമ്മള് പറഞ്ഞിരുന്നല്ലോ വീട്ടിലേക്ക് വരുമ്പോ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന്. ആ സ്പെഷ്യലാണ് കേട്ടോ ഈ കാണുന്നത്. ഉമ്മയുടെ സ്പെഷ്യല് ദം ബിരിയാണി. തൽക്കാലം നമ്മള് മേശലൊന്നും ഇരുന്നില്ല കേട്ടാ. ഇതല്ലേ ഒരു രസം. അപ്പൊ താഴ്ത്തിരുന്നു. ഇപ്പൊ അങ്ങോട്ടേ കാറ്റെടുത്തേ ദമ്മേക്കാട്ടുണ്ട്. ഷമീർ, കുഞ്ഞപ്പ. നേരത്തെ കഴിച്ചില്ല. അപ്പൊ മണി സ്പെഷ്യൽ ദം ബിരിയാണി ആണ് കേട്ടോ. വാഴയില് വെക്കാനുള്ള കാരണം വെച്ചാല് വാഴയില് കഴിക്കണത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു രസം കൂടിയാണ്. അത് നമ്മുടെ വേറൊരു പപ്പമാണ് കേട്ടോ. മറ്റോ മുളിച്ചാണ്ടല്ലേ പൂച്ച. എനിക്കും കാട്ടി ചോറ് കേട്ടോ. കുഞ്ഞിപ്പാട്ട എനിക്കും താടി ചോറ് എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.
ഇൻഷാല്ലാ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.